ദൈവമേ, കാത്തോളണേ. എടാ, ഇത് എത്ര സമയം കൊണ്ട് ശരിയാവും? 5 മിനിറ്റ്. 5 മിനിറ്റ് കൊണ്ട് തന്നെ നല്ല ശരിക്കും ആവും. എന്നിട്ട് എത്ര സമയം നിൽക്കും? ഓ, അത് മതി. ഹായ് ഡാർലിംഗ്. നീ ഫോൺ വെക്ക, ഞാൻ കഴിഞ്ഞിട്ട് വിളിക്കാം. Come on. Come on. Come baby. ഒരു 3 മിനിറ്റ് കൂടി. What? ആരാണോ? Let me check. പോയി നോക്ക്. പൊളി. അളിയാ, ഈശ്വരാ, നോക്കിക്കോ. ഇവനെന്താ ഈ നേരത്ത്? ഈ സാധനം കണ്ട അളിയന് വേണ്ടി മാത്രം കൊണ്ടുവന്നതാണ് ഞാൻ. ഇന്ന് വെളുക്കുന്നവരെ ഇരുന്ന് കഥ പറയണം അളിയനുമായി. മേനോനളിയാ. നിന്നെ എന്തിനാടാ ഇപ്പൊ തന്നെ ഇങ്ങോട്ട് കെട്ടിയെടുത്തത്? അളിയനെ ഒന്ന് ഞെട്ടിപ്പിക്കാമെന്ന് വിചാരിച്ചു. എന്താ, സന്തോഷമായില്ലേ? അളിയനെ കണ്ടാ തന്നെ അറിയാം 2 എണ്ണം അടിക്കാനുള്ള മൂഡിലാണെന്ന്. ഞാൻ ഒഴിച്ചു തരും അളിയന്, പിന്നെ അല്ലാതെ. ഡോളി, ഇച്ചിരി തണുത്ത വെള്ളം എടുത്തോ. Yeah. വേണ്ട, ഞാൻ ഇപ്പം അടിച്ചാൽ ശരിയാവില്ല. ഞാൻ ഒരു ഗുളിക കഴിച്ച അല്ല, ഒരു 5 മിനിറ്റ് കൊണ്ട് നല്ല ഒരു അതിൻ്റെ വേറെ ഒരു ചെറിയൊരു പ്രശ്നമുള്ളതുകൊണ്ട് വേണ്ട, ഇപ്പം അത് വേണ്ട. ഇനി വയ്യെങ്കിൽ വേണ്ട. ഡോളി, എങ്ങനെയുണ്ട് നമ്മുടെ മേനോനളിയൻ? Oh, he's cool. അതളിയാ തണുത്തു പോയത്. സാരമില്ല, ഇപ്പം ചൂടാക്കി തരാം. പിന്നെ എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി, നമുക്ക് ശരിയാക്കാം. ആദ്യം ഒരു 60. അമ്മ 9. അതെന്തളിയാ ഈ നേരത്തരലാറം? അത് മരണമണി. ഈ കാലം വരുന്നതിന് മുമ്പ് മരണമണി മുഴങ്ങുന്നു കേട്ടിട്ടില്ലേ? അതാ ഇപ്പം കേട്ടത്. അയ്യോ, എവിടെയൊക്കെയോ എന്തൊക്കെയോ പുകഞ്ഞു പൊങ്ങുന്നുണ്ട്. ശ്രീ, നീ ഇപ്പം എവിടെയാ? അഞ്ജു, ഞാൻ തിരിച്ചു വിളിക്കാം. ആക്ച്വലി ഒരു മീറ്റിംഗിലാ പബ്ലിഷറുമായിട്ട്. കോൾ യു ബാക്ക്. ഓക്കെ. എത്ര? 17. ആ, ചുമ്മാ തള്ളുക. ഡേ എന്ത് പോ. Yeah, you're coming to it, baby. Okay, let's go for one more set. മതി, ഇന്നത്തേക്കായി. Dolly? Yeah. I may look so young. Today I completed 59. Oh. Tomorrow I'm going to do 69. Thank you. Come. Roy. Yeah? Good morning, Roy. Very good morning. You got a visitor, Roy. One Miss Daisy. Anju spoke to me. I'll call her in. Okay. കുമാരന്റെ കല്യാണത്തിനടുത്ത സാരി അല്ലേ ഇത്? I remember. Come on, Roy. കൊല്ല്. Baby, baby, baby. ഹലോ താര,
പ്ലീസ് സെൻഡ് ഡേസി ഇൻ. പ്ലീസ് ആയിരിക്കണേ. May I come in? യാ പ്ലീസ് പ്ലീസ് സിറ്റ്. Thanks. ഹായ്. Hi. ഡേസി അഞ്ജുവിൻ്റെ ക്ലാസ്മേറ്റ് ആയിരുന്നു അല്ലേ? അഞ്ജുവിന്റെ ജൂനിയർ ആയിരുന്നു സർ. ഓ, പക്ഷെ കാണാൻ ഡേസിയാണ് കുറച്ചും കൂടി യങ്. You've got a good smile. താങ്ക്സ്. ഡേസിയുടെ വീട്ടിൽ ആരൊക്കെയുണ്ട്? ആഹാ, മോളങ്ങ് കേറിയായിരുന്നോ? കാറ് പാർക്ക് ചെയ്യാൻ സ്ഥലമില്ലാതെ ഞാൻ ആകെ അങ്ങ് ചുറ്റിപ്പോയെന്നേ. ഡേസിയുടെ അങ്കിൾ? അയ്യോ അല്ല സർ, എന്റെ ഹസ്ബൻഡാ. ഓ, ഹായ് സർ. ചമ്മിപ്പോയി അല്ലേ? കുഴപ്പമില്ല, പലരും എൻ്റെ മുമ്പിൽ ഇങ്ങനെ ചമ്മിയിട്ടുള്ളതാ അല്ലേ ഡേസി? ഓൾറൈറ്റ്. ഈ ഫേമിൻ്റെ ബാക്ക്ഗ്രൗണ്ട്, സ്റ്റൈൽ ഓഫ് വർക്ക്, അതിനെക്കുറിച്ചൊക്കെ അഞ്ജന പറഞ്ഞിട്ടുണ്ടാവുമല്ലോ. ഡേസിയുടെ ക്വാളിഫിക്കേഷനൊക്കെ വെച്ച് ആ, ക്രിയേറ്റീവ് സെക്ഷനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ബട്ട് there I expect 100% commitment from you, Daisy. Is it okay? Sure sir. 101% ഉറപ്പിക്കാം. അക്കാര്യത്തിൽ ഡേസിയെ കഴിഞ്ഞാൽ മറ്റാരേ ഉള്ളൂ. പിന്നെ there is one more thing. ഞങ്ങളുടെ ക്ലയൻസിൽ ചില ഫോറിനേഴ്സും ഉണ്ട്. അവരുടെ ടൈമിംഗ് അനുസരിച്ച് ഫ്ലെക്സിബിൾ ആവേണ്ടി വരും. യു ഷുഡ് ബി അവൈലബിൾ 24/7. അതൊന്നും പ്രശ്നമല്ല സാറേ. സാറിന് എപ്പോൾ ആവശ്യമുണ്ടാലും ഒരു കാറും അയച്ചാൽ മതി, അവിടെ ഇനി വരത്തില്ലയോ? ഉറപ്പാണല്ലോ. ഞാൻ ഗ്യാരണ്ടി. ആ, ഇച്ചേ, ഹസ്ബൻഡ് നല്ല കോപ്പറേറ്റീവ് ആണ്. അയ്യോ, ദുബായിലെ ഷേഖും ഇത് തന്നെ പറയുന്നത്. ഓ, is it? Well, അപ്പോൾ പിന്നെ പേയ്മെന്റിന്റെ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? അയ്യോ, കാശൊന്നും ഒരു പ്രശ്നമല്ലെന്നേ. ഞാൻ തിരിച്ചു പോയി കഴിഞ്ഞാൽ എവക്കൊരു എന്റർടൈൻമെന്റ്, അത്രേ ഉള്ളൂ അല്ലയോ? അപ്പോൾ സാറ് പോയി കഴിഞ്ഞ് ഡേസി ജോയിൻ ചെയ്തു മതി. നീ നോക്കിക്കോടാ, എൻ്റെ മോനെ ഞാൻ ഇതുപോലൊരു പോപ്പ് സിംഗറാക്കും. എൻ്റെ ആഗ്രഹം ഞാൻ സാധിക്കും ഡോളിലൂടെ. അതിനെന്ത് സഹായം വേണമെങ്കിലും ഞാൻ ചെയ്തു തരാം. സഹായിക്കാൻ വന്നിരിക്കുന്നു. എന്നാ പണിയാ എന്നെ കാണിച്ചേ? ഞാൻ പറഞ്ഞില്ലേ വന്നിട്ടേ തുടങ്ങാവുള്ളൂ. ഞങ്ങൾ തുടങ്ങിയില്ലല്ലോ, തോമച്ചൻ ഇരിക്കേ. പിന്നെ 100 കിലോമീറ്റർ സ്പീഡിൽ കാർ ഓടിച്ചാ വരുന്നത്. ഈ കേരളത്തിലെ റോഡിലോ? 100 ഒരു 80. അതൊക്കെ പോട്ടെ, നിന്റെ സംഭവ ബഹുലമായ ദുബായ് വിശേഷങ്ങളെ കുറിച്ച് പറ. ആദ്യം ഒന്ന് പിടിപ്പിരുത്തോ മച്ച, നോർമൽ ആവട്ടെ. ആ, വിശേഷമൊക്കെ ഇപ്പൊ ഇവിടെ അല്ലയോ? കഴിഞ്ഞ ആഴ്ച ഞാൻ നിന്റെ ഭാര്യയെ കണ്ടിരുന്നു, ഇന്ദു. ഓ, നിന്റെ പഴയ ഇന്ദു. അളിയാ, നീ അവളെ വിട്ടത് നന്നായി. ഞാൻ വെറുതെ വിശേഷങ്ങൾ അറിയാനൊന്ന് കയറിയതാ. എന്നാ പറയാനാ, ഒരു 3 മണിക്കൂർ എന്നെ പിടിച്ചങ്ങിരുത്തി. തുടങ്ങി നിന്നെ കുറിച്ചുള്ള കുറ്റം പറച്ചിൽ. ഓ, എന്നെ ഒലിപ്പിലിടാവേ. അവസാനം ഇറങ്ങാൻ നേരം എന്റെ കയ്യെ കയറി പിടിച്ചൊരു ചോദ്യം, ഇനി വരില്ലേ എന്ന്. നിർത്തടാ, അവൾ ഒരിക്കലും അങ്ങനെ പറയില്ല. ആ വിശ്വാസം നിനക്ക് ഇപ്പോഴും ഉണ്ടല്ലേ? എടാ, നീ വലിയ കോപ്പാണെന്ന് പറഞ്ഞ് അവളെ ഇട്ടിട്ട് പോയിട്ട് ഇപ്പൊ എന്തായി? നീ ഒറ്റയ്ക്ക് തെണ്ണി നടന്നു തീരും. വലിയ സ്നേഹവും പറഞ്ഞ് ഒലിപ്പിച്ചോണ്ട് ഒരുത്തി കൂടുണ്ടല്ലോ ഇപ്പൊ. നീ നോക്കിക്കോ, ഒടുവിൽ ഇതും ഗോപിയ. എടാ, നമ്മൾ സ്നേഹിക്കുന്നവരല്ല, ഒടുവിൽ നമ്മളെ സ്നേഹിക്കുന്നവരൊപ്പം കാണുന്നു. ഓ, ഹലോ, ഓക്കെ.
ആ ശ്രീധർ സാറാ സാറപ്പൊന്നു ആ ഇപ്പോൾ വന്നതേ ഉള്ളൂ. ആ സിസ്റ്റർ ഇത് ലോപ്പ സാറിനുള്ളതാ. എന്നാലും ഭയങ്കര കഷ്ടമായി പോയി സാറേ. സത്യത്തിൽ എന്താ സംഭവിച്ചത്? മറ്റേ പൂവാല സുഖാസുല്ലേ, അവൻ പ്രേമിച്ച പെണ്ണുപോയ ദേഷ്യം തീർക്കാനേ ലേഡീസ് ഹോസ്റ്റലിന്റെ മതിലിന്റെ മോളിൽ കയറി എന്തോ വൃത്തിയോട് കാണിച്ചു. ഇതാ വാടം കണ്ട് അവര് ലോപ്പ സാറിന്റെ പഴയൊരു സെറ്റപ്പാണല്ല. അവനിവിടെ മണ്ണന്തലിൽ ഉണ്ടെന്നറിഞ്ഞ് പിടിക്കാൻ വേണ്ടി പോയതാ. സാറിന്റെ ചേട്ടൻ ചെറുതായിട്ടൊന്ന് പിഴച്ചെന്നാ ആശുപത്രി കൊണ്ടാക്കിയപ്പോ സുഹാസ് പറഞ്ഞത്. പാവം സുഹാസ് ഒരുപാട് പേടിച്ചുപോയി. പിന്നെ ഞാൻ അവനെ സമാധാനിപ്പിച്ചു വിട്ടത്. ഡോക്ടർ എങ്ങനെയുണ്ട്? അറിയിക്കേണ്ടവരൊക്കെ അറിയിച്ചോളൂ. എക്സ്ക്യൂസ് മീ ഡോക്ടർ പ്ലീസ്. ക്ലാര ചേച്ചി വിഷമിക്കാതെ, ഇതിലും വലുത് എന്തോ വരാനിരുന്നതാ. കണ്ണീ കൊള്ളാനുള്ളത് പുരുകത്ത് കൊണ്ടു എന്ന് കരുതിയാ മതി. ഐ എം ഡോക്ടർ ശ്രീധർ. ഹലോ ശ്രീധർ. എങ്ങനെയുണ്ട് സാറിന്? ഒന്നും പറയാറായിട്ടില്ല. ഇൻട്രാസെർബ്രൽ ഹെമറേജ് ഇൻഡ്യൂസ്ഡ് കോമയാണ്. ഡ്യൂ ടു സിവിയർ ഹെഡ് ട്രോമ. ഐ ഡോണ്ട് സീ എ ഹോപ്പ് ആക്ച്വലി. താങ്ക് യു സർ. അഞ്ജു, ഞാൻ നമ്മുടെ ശങ്കർ ഫാനിനെ കാണാൻ പോവാ, സിദ്ധാർത്ഥ് മേനൻ. ക്യാൻ യു ജോയിൻ മീ പ്ലീസ്? സോറി റോയ്, അത് ശരിയാവില്ല. യു നോ വൈ? ഇറ്റ്സ് ഓൾ റൈറ്റ്, ഐ മാനേജ്. എങ്ങനെ ആയാലും അയാളെ ഇന്ന് ഞാൻ പോക്കറ്റിലാക്കും. ജസ്റ്റ് വെയിറ്റ് ആൻഡ് വാച്ച്. എനിക്ക് തോന്നുന്നത് ഈ ഹെയർ ഫിക്സിംഗ് നല്ല സ്കോപ്പുള്ള ബിസിനസ്സാണെന്ന്, പ്രത്യേകിച്ച് കേരളത്തിൽ. ഇപ്പം നോക്കൂ, ഇവിടെ ആരുടെ തലയിലാണ് ഒറിജിനൽ മുടിയുള്ളത്? ഹേ, ഇത് ഒറിജിനല്ല. ഓ ഇസ് ഇറ്റ്? അല്ലെങ്കിൽ തന്നെ ഈ പ്രായവും കഷണ്ടിയായിട്ടൊന്നും ഇക്കാലത്ത് ഒരു ബന്ധവുമില്ല. നീ പോയിട്ട് കുടിക്കാൻ എന്തെങ്കിലും എടുത്തോണ്ട് വാ. Okay. ഹലോ, ഇവിടെ ഇവിടെ ഇവിടെ. Roy, what do you prefer? Something hot? Yeah, I want something hot. തണുത്തത് എന്തെങ്കിലും ആവുന്നതാണ് നല്ലത്. തണുത്തത് കുടിക്കുമല്ലോ. ആ, അവനത് മതി. Okay. ഹലോ, പറയൂ, എന്താ റോയിയുടെ സജഷൻ? നമ്മുടെ ലോഞ്ചിങ് ഇവൻറ്റിന് നല്ല റീച്ച് കിട്ടണം. ആ, അത് വേണം. അതിന് നമുക്കൊരു ഗസ്റ്റിനെ കൊണ്ടുവരണം, ഒരു സെലിബ്രിറ്റി. അതിന് പറ്റിയ ആരെങ്കിലും ഉണ്ടോ റോയിയുടെ മനസ്സിൽ? സർ, അതിപ്പോൾ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരാൾ. How about Shankar, sir? ശങ്കർ? Actor Shankar, you know? എക്സലന്റ് ചോയ്സ്. മിസ്റ്റർ റോയ്ക്ക് എങ്ങനെ ഈ ഒരു പേര് സ്ട്രൈക്ക് ചെയ്തത്? പിന്നെ പഴയ ശങ്കർ മേനക കോമ്പിനേഷൻ സാറിൻ്റെ ഫേവറേറ്റ്. ഇതൊക്കെ ആർക്കെങ്കിലും മറക്കാൻ പറ്റുമോ സാറേ? വാവ്. അപ്പൊ ഇന്നത്തെ കാലത്തും നല്ല സെൻസിബിൾ ആയിട്ടുള്ള ആളുകൾ ഉണ്ട് നമ്മുടെ നാട്ടിൽ. അങ്ങനെയൊന്നുമില്ല സർ. നൗ ഐ ഫീൽ മോർ ത്രിൽഡ്. ഓക്കെ, ഞാൻ നമ്മുടെ ഐസക്കുമായിട്ടൊന്ന് ഡിസ്കസ് ചെയ്തിട്ട് ഇപ്പോൾ വരാം. Great crush. Thank you. Dolly special. റോയ്ക്ക് മൂവിലൊക്കെ ഒന്ന് ട്രൈ ചെയ്തൂടെ? You look so handsome. Oh, really? But I don't think I'm a good actor. Oh, come on. I don't think so. ആക്ച്വലി ഞാൻ ഡോളിയെ കണ്ടപ്പോൾ തന്നെ ഒരു കാര്യം ചോദിക്കണമെന്ന് വിചാരിച്ച. ഞങ്ങളുടെ ന്യൂ ഇയർ കാലണ്ടറിന് വേണ്ടി പോസ് ചെയ്യാൻ താല്പര്യമുണ്ടോ? യു നോ ഡോളി, യുവ് ഗോട്ട് എ ഗുഡ് സ്ട്രക്ചർ, സൂപ്പർ മോഡൽ ലൈക്ക്. I'm ready. But സിദ് സമ്മതിക്കുമെന്ന് തോന്നുന്നില്ല. You know, old people. അയാളുടെ പോകാൻ പറ. What? നത്തിങ്. സാർ പോയിട്ട് കുറച്ച് നേരമായല്ലോ. ഈ ഐറ്റത്തിൻ്റെ നമ്പർ ഇപ്പം എങ്ങനെയാ ഒന്ന് ഒപ്പിക്കുക? Anyway, I'll give you my number. Who knows? ചിലപ്പോ സിദ് സമ്മതിച്ചാലോ? അബ്ദുള്ള മലയെ തേടി പോയപ്പോൾ മല അബ്ദുള്ളയെ തേടി വരുന്നു. ഓക്കെ ഐസക്, ടേക്ക് കെയർ, ബൈ. ഓഫീസിലേക്കൊക്കെ ഒന്ന് വരൂ. When you get some time. Okay. അപ്പൊ എവരിത്തിങ് ഓക്കെ. നാളെ തന്നെ ഞാൻ എറണാകുളത്തേക്ക് പുറപ്പെടുക. Okay, ഇവിടുത്തെ കാര്യങ്ങളൊക്കെ റോയി നോക്കിക്കോളൂല്ലോ. ഞാൻ നോക്കണം സർ, നോ പ്രോബ്ലം. പിന്നെ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ മാഡം ഉണ്ടല്ലോ ഇവിടെ. എന്താ?
മാഡം ഇവിടെ. അത് വേണ്ട, എൻ്റെ നമ്പർ ഉണ്ടല്ലോ, എന്നെ വിളിച്ചാൽ മതി കേട്ടോ. ഓക്കെ സർ. ഇത് വേണമെങ്കിൽ കുടിക്കേ, നീ ഇപ്പുറത്തിരിക്കേ. ഇനി ബാക്കി ഡിസ്കഷൻസ് ഒക്കെ നമുക്ക് ഓഫീസിൽ വെച്ച് മതി, വീട്ടിൽ വേണ്ട കേട്ടോ. കുടിക്കേ. ഹലോ അഞ്ജു, നമ്മുടെ സിദ്ധാർത്ഥ് മേനോൻ ഫ്ലാറ്റ് ഡീൽ ഫിക്സ്ഡ്. ആ കുമാറിനോട് അറേഞ്ച്മെന്റ്സ് ഒക്കെ തുടങ്ങിക്കോളാൻ പറ. ഓക്കെ. ആ യാ എനി അതർ ന്യൂസ്? ഓക്കെ. ഹലോ അഞ്ജു, ഐ ജസ്റ്റ് കോൾ യു ലേറ്റർ. ഓക്കെ. എവിടെ നോക്കിയാ വണ്ടി ഓടിക്കുന്നത്? ശരിക്കും നിനക്കിപ്പോൾ എന്താ പരിപാടി? ആ പുതിയൊരു ആശയം മനസ്സിലുണ്ട്, അത് കഥയായിക്കൊണ്ടിരിക്കുക. നീ തമാശയുണ്ട്, ഞാൻ സീരിയസ് ആയിട്ട് വെച്ച. പക്ഷെ അഞ്ജനെ സമ്മതിക്കണം, ആള് നല്ല സ്മാർട്ടാ. ഒറ്റയ്ക്കൊക്കെ ഒരു കുടുംബം നോക്കാന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ഡിഫിക്കൽട്ട് ടാസ്ക്. മേ ബി യു വോണ്ട് അണ്ടർസ്റ്റാൻഡ്. ചാടിക്കടിക്കാൻ വരില്ലെങ്കിൽ ഞാൻ നിന്നെ ഒന്ന് ഉപദേശിക്കാം. എടാ എനിക്കറിയാം, സ്കൂളിൽ പഠിക്കുമ്പോൾ അന്ന് ഞാൻ ജാസ്മിന് കൊടുത്ത ലവ് ലെറ്റർ, അന്ന് മുതൽ നീ എന്നെ ശത്രുവായിട്ടാണ് കാണുന്നത്, റൈറ്റ്? എടാ അതിനൊരു കാരണം ഉണ്ടായിരുന്നു. സത്യം, നീ കരുതുന്ന പോലെ അവൾക്ക് നിന്നെയല്ല എന്നെ ആയിരുന്നു ഇഷ്ടം. ഞാൻ പറഞ്ഞു വന്നത്, വേണ്ട വേണ്ട, നിനക്കറിയാം, നിന്റെ വൈഫ് ആയതുകൊണ്ട് അഞ്ജുവിന് ഞാൻ എൻ്റെ കമ്പനിയിൽ ജോലി കൊടുത്തു. അതങ്ങനെയല്ലല്ലോ. നിന്റെ കമ്പനിയിൽ ഏതോ പാർട്ടിക്ക് വന്നപ്പോഴാടാ അവൾ എന്റെ ഭാര്യ നീ അറിഞ്ഞത്. അതായതുകൊണ്ടാണല്ലോ ഞാൻ അവളെ പെർമനന്റ് ആക്കിയത്. അളിയാ, നിനക്കെന്താ പ്രാക്ടീസിന് പോയാല്? സത്യം പറ, നീ MBBS പാസ്സായില്ലല്ലേ? ഈ എഴുത്തിൽ നിന്നൊക്കെ എന്ത് കിട്ടാനാടാ? ഉണ്ടടാ, സ്വസ്ഥത, സമാധാനം. നിന്റെ അടുത്ത് പറഞ്ഞ എന്ത് കാര്യം? അഞ്ജനയ്ക്ക് ഇത് രണ്ടുമില്ലെന്നാ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. പുലി പൊണ്ടാറടങ്ങാൻ. എടാ, അന്നും ഇന്നും എന്നും നിന്റെ നന്മ മാത്രമേ ഞാൻ ആഗ്രഹിച്ചിട്ടുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഗെറ്റ് ഇറ്റ് സ്ട്രേറ്റ്. കാശാണ് ഈ ലോകത്തെല്ലാം, അത് നീ ഇനിയെങ്കിലും മനസ്സിലാക്ക്. ആണാ എത്രയായി? ഡേടേ, ഞാൻ കൊടുക്കാം. വേണ്ട, ഞാൻ കൊടുത്തു. 2 ചായ 2 കടിയല്ലേ? എത്രയായി? 24. ആ ബാക്കി വെച്ചോ. ഹലോ റൈറ്റർ, പോക്കറ്റ് മണി വല്ലതും വേണമെങ്കിൽ വിളിക്കാൻ മറക്കണ്ട. പുലേ, എല്ലാവർക്കും എല്ലാത്തിനും ഒരു സമയം വരും. നീ അഹങ്കരിച്ചോ? ജീവിതം എന്ന് പറയുന്നത് നീ ഇപ്പൊ പറഞ്ഞില്ലേ, പണം, അതല്ല. അത് നീ തിരിച്ചറിയുന്ന ഒരു ദിവസം വരും, അപ്പൊ കാണാം. ഇനി നമ്മൾ തമ്മിൽ കാണുമ്പോഴും ഇത് തന്നെ പറയണം. ഓ, യവനല്ലേ അവൻ? ആര്? അളിയാ പെടുന്നോ? ആ അണ്ണനാ കുളിച്ചോണ്ടിരിക്കുന്നണ്ണ. ഓവർ ടൈം പണിയുണ്ടായിരുന്നേ നമ്മുടെ ASI ബാബുസാറിന്റെ വീട്ടില്. പോവാം. ഒരു മിനിറ്റ് അണ്ണാ, അതാ വന്നു. ഡേയ്, എനിക്കെപ്പോഴും ഇങ്ങനെ നിന്നെ പറയാൻ നടക്കാൻ വയ്യ. എന്റെ കക്കൂസ് ഇന്ന് തന്നെ നീ ക്ലിയർ ആയിക്കോണം. വിളിച്ചാ ഫോണും എടുക്കൂല. മൊടയന്നടേ. മൊടയാ അണ്ണന്റെ അടുത്താ? എന്തരണ്ണാ? ഇതിനിടയ്ക്ക് നീ വേറെ ഒരുത്തിന് വിട്ടല്ല. അവന്റെ പേരെന്തോന്നു? അവൻ വന്ന് കുറെ മിമിക്രി മോണാക്ട് ഒക്കെ കാണിച്ചിട്ട് പോയി. കക്കൂസ് അങ്ങനെ തന്നെ. നിനക്കാണെങ്കിൽ ഒടുക്കത്തെ മൈസ്ട്രേറ്റിന്റെ ജാടയും. നീയൊക്കെ എല്ലാം എങ്ങനെയാണ് ഡേ? അണ്ണാന്ന് വിളിക്കും ചെയ്യും, അണ്ണാക്ക് വരെ. ഇല്ലണ്ണാ, എന്റെ പുതിയ നമ്പർ തരാം, അതീ വിളിച്ചാ മതി. ഓ, അപ്പൊ നന്നാക്കുന്നതിന്റെ കാര്യത്തിൽ നിനക്ക് തന്നെ ഒരു ഗ്യാരണ്ടി ഇല്ല. ഡേയ്, ഇന്നത്തോടെ ആ കക്കൂസ് ക്ലിയർ ആയില്ലെങ്കിൽ അമ്മച്ചിയാണ് വലിച്ചു കയറി നിന്നെ ഒട്ടിക്കും. എല്ലാം ശരിയാക്കാം. പറഞ്ഞോടാ. ഇത് കരിപ്പാ, ഇതിലെ വിട്ടോ. നീ ഇവിടെ ഇതൊക്കെ ഞാൻ ഡീൽ ചെയ്തോളാം. നിനക്കെന്താ കിട്ടിയൊന്നും പോരെ? ഒറ്റയ്ക്ക് നാക്കണ്ട, ഒരുമിച്ച് വേണം. ഇത് പ്രശ്നം. അതേടാ പ്രശ്നടാ. കുറെ കാലം മേലാണെങ്കിൽ പണിയെടുത്തിട്ട് എന്നിട പോടാ 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 പോടാ. നിന്നെയൊക്കെ ഞാൻ പിന്നെ കണ്ടോളാം. അല്ല പിന്നെ നമ്മളടുത്ത കളി കണ്ട.
ഇവന്മാരൊക്കെ എത്രയേ ഉള്ളൂ. അല്ലെങ്കിലും മലയാളികൾ ഇങ്ങനെയാ. ഒരു സ്ക്രൂ ഡ്രൈവർ ഉണ്ടായാൽ മതി, അപ്പത്തേക്ക് അവനായി ഗുണ്ട. പഴയ കാലമൊന്നും അല്ലണ്ണാ, പുതിയ പിള്ളേരാ. പോരാത്തതിന് എല്ലാവരുടെയിലും ടൂൾസും. നീ എന്താ ഇങ്ങനെ പേടിച്ചിരിക്കണേ? ഇതൊക്കെ നമ്മുടെ ഒരു നമ്പറല്ലേ? എന്റെ കൈനന്മാര് 2 കൊണ്ടതാ പുല്ല്. നീ ഒന്ന് പിടിച്ചു നോക്കി. നിനക്കെന്താ കിട്ടിയൊന്നും പോരെ? ഒറ്റയ്ക്ക് ആക്കണ്ട, ഒരുമിച്ച് വേടാ. അണ്ണാ നിയാസിക്ക പ്രശ്നമാണ്. അതേടാ പ്രശ്നടാ. കുറെ കാലം മേലാണെങ്കിൽ പണിയെടുത്തിട്ട് എന്നിട്ട് പോടാ പോടാ, നിന്നെയൊക്കെ ഞാൻ പിന്നെ കണ്ടോളാം. പിടിച്ചോക്കടാ, ചുമ്മാ പിടിച്ചോക്കടാ. കിട്ടില്ലല്ലേ? അത് പറയും പണ്ടെന്നെ കാണാൻ 6 പാക്ക് അല്ലേ? ഓക്കെ ബാലു, പോകുന്നതിന് മുമ്പ് നമുക്ക് ഒരിക്കൽ കൂടി കാണാം. ഓക്കെ മേനോൻ, സീ യു, ബൈ. സിദ്, ഹലോ. ഹായ് ഹണി. ഞാൻ ഇന്നലെ നമ്മുടെ ബാലു ഇല്ലേ, ഞാൻ ആ ബാലുവിൻ്റെ കൂടെയായിരുന്നു. കുറച്ച് ഓവറായി പോയി. Did you miss me, honey? Yeah, really. I felt so bad. മോളിപ്പോ എവിടെയാ? I just came out of the gym. We know, നമ്മുടെ instructor, he was teaching me a new machine. Is it? Ha, that's cool. Uh-huh. 1 second. ഡൈ ചെയ്യാറായോ? ആ മോളു, ബിനുവിനോട് പറയണം ആ മെഷീൻ എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്ന് എന്നെയും കൂടെ ഒന്ന് പഠിപ്പിക്കാൻ. Oops. So I'm coming home. Okay dear. Hey. പോരൂ നീ എൻ ഡോളി 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 ഡോളി. ശ്രീയുടെ 5 വർഷത്തെ റിസർച്ചിന്റെ പ്രോഡക്റ്റ് അല്ലേ, അത് ഇനിയും ഇങ്ങനെ ലാഗ് ചെയ്യിക്കണോ? റിയ, ഞാൻ എന്ത് പറയാനാ, അത് കംപ്ലീറ്റ് ആയിട്ടില്ല. അത് സാരമില്ല, നീ ആദ്യം പപ്പയോട് സംസാരിക്കും. റിയ വേണ്ട പ്ലീസ്. ഹലോ പപ്പ, ഞാൻ പറഞ്ഞില്ലേ ശ്രീധരന്റെ കാര്യം? ഹീസ് വിത്ത് മീ. 1 സെക്കൻഡ്. വേണോ? ടോക്ക്. ഹലോ സർ, ശ്രീധർ. റിയ പറഞ്ഞിരുന്നു about your book. എന്തായി പ്രോഗ്രസ്? സർ ഓൾമോസ്റ്റ് ഫിനിഷ് സർ, പക്ഷേ കുറച്ച് ഫൈനൽ കറക്ഷൻസ് ബാക്കിയുണ്ട്. ഓക്കെ, ഫസ്റ്റ് ഡ്രാഫ്റ്റ് റെഡി ആണെങ്കിൽ എൻ്റെ എഡിറ്റർ വായിച്ച് ഫീഡ്ബാക്ക് തരും. ഓക്കെ. 20th ഞാൻ നാട്ടിലേക്ക് വരുന്നുണ്ട്, നമുക്ക് കാണാം. ഓക്കെ സർ. ഓക്കെ, താങ്ക് യു ദെൻ. ഇതൊക്കെ ഇനി ആര് എഴുതുമെന്തോ. എന്തിനിങ്ങനെ ടെൻഷൻ അടിക്കുന്നേ? എനിവേ യു ആർ കോൺഫിഡന്റ് അബൌട്ട് ഇറ്റ്, റൈറ്റ്? എന്നൊക്കെ ചോദിച്ചാ കഥാകാരനാണെന്നും പറഞ്ഞും പോയി. ദിവസം ആ കോൺസെപ്റ്റ് ആലോചിച്ച് ആകെ വട്ടായിരിക്കുക. ജോയിൻ ചെയ്തിട്ട് കുറച്ച് ദിവസമല്ലേ ഉള്ളൂ, ശരിയായിക്കോളും. ഹായ് പ്രിറ്റി ഗേൾസ്. ഡ്രോപ്പ് ചെയ്യണോ? വേണ്ട, ഡെയ്സി ഡ്രോപ്പ് ചെയ്യും. പിന്നെ ഡെയ്സി, ആ UBCയുടെ കോൺസെപ്റ്റ് ഒന്നുകൂടെ റീവർക്ക് ചെയ്യണം. Get some new ideas. Think out of the box. അല്ലേ അഞ്ജു? Yeah. That's it. Okay. അതെ, ക്ലയന്റ് ഐഡിയ റിജക്ട് ചെയ്തെന്ന് വെച്ച് ഡെയ്സി ഡെസ്പാവൊന്നും വേണ്ട. റൈറ്റ്? Yeah. Yeah, no problem. Think. All right.
In fact, I think I have some good ideas. Why don't we discuss? Call me in the evening, okay? ഓക്കെ Bye. താങ്ക്സ്. Bye, Anju. Take care. യു ടു. എന്തായാലും നിന്നെക്കുറിച്ച് റോയ്ക്ക് നല്ല ഒപ്പീനിയനാ. അതെ, ആദ്യം ഞാൻ റോയെ കണ്ടപ്പോഴുണ്ടല്ലോ ഭയങ്കര സീരിയസ് ആണെന്നാ വിചാരിച്ചേ. ബട്ട് ഈസ് സോ ഫ്രണ്ട്ലി. ഒരു എം ഡി എന്നുള്ള ഒരു ജാടയും പുള്ളിക്കില്ല. റോയുടെ ഫാമിലി ലൈഫ് അത്ര സക്സസ്ഫുൾ അല്ലല്ലേ? ശരിക്കും ഓഫീസിൽ നമ്മൾ കാണുന്ന ആളെ അല്ല യഥാർത്ഥ റോയ്. വീട്ടിൽ റോയ് ശരിക്കും ലോൺലിയാ. വൈഫാണെങ്കിൽ ക്ലബും DJ പാർട്ടിയും ഒക്കെ ആയിട്ട് കറങ്ങി നടക്കുക. ഓക്കെ, എന്താണ് നോക്കുന്നേ? ഈ ഇയറിംഗ്സ് ഇതോ ഹബീസ് ഗിഫ്റ്റ്. ഓൾ വെൽ? നൈസ് ഗിഫ്റ്റ്. ഓക്കേടാ, വീട്ടിലെത്തി അച്ഛനെ വിളിക്കാനുള്ളതാ. എന്റെ കോളും വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ടാവും പുള്ളിക്കാരൻ. ബൈ. See you then. Bye. ഇതെല്ലാം ഓൺ ചെയ്തിട്ടിരിക്കുകയാണല്ലോ. ഇതൊക്കെ ഒന്ന് ഓഫ് ചെയ്തൂടെ? എന്റെ ദൈവമേ, 1.5 ലക്ഷം രൂപയോ? ഡോളി, ഡോളി, ഇവിടെ വാ. എന്താ സിർ? ദേ, ഈ 10 ദിവസം കൊണ്ട് ഈ 1.5 ലക്ഷം രൂപയ്ക്ക് നീ എന്തൊക്കെയാ വാങ്ങിക്കൂട്ടിയത്? അത് പിന്നെ TV, ഫ്രിഡ്ജ്, AC, ഒരു ട്രെഡ്മിൽ. TV, AC, ഫ്രിഡ്ജ്, ട്രെഡ്മിൽ, ഇതൊക്കെ അല്ലടി ഇവിടെ ഉണ്ടാക്കിയിട്ടിരിക്കുന്നത്. പിന്നെ ആർക്ക് പുഴുങ്ങി തിന്നാനടി ഇതൊക്കെ വീണ്ടും വാങ്ങിയത്? അത് നമ്മുടെ പോളിക്കൊരു അഫയർ, അവർക്ക് വേണ്ടി വാങ്ങിയതാ. കണ്ടവനൊക്കെ അഫയർ ഉണ്ടാക്കാനല്ല ഞാൻ കഷ്ടപ്പെട്ട് സമ്പാദിച്ചത്. 1.5 ലക്ഷം രൂപ തൊലച്ചിട്ട് വന്ന് നിൽക്കുന്ന കണ്ടില്ലേ? എന്താ ഡോളി ഇങ്ങനെ ഒരു റെസ്പോൺസിബിലിറ്റി ഇല്ലാതെ? നമുക്കൊരു കമ്പനി തുടങ്ങാനുള്ളതാണെന്ന് അറിയില്ലേ? ഇങ്ങനെ നിന്റെ ഇഷ്ടത്തിന് ഓരോ അനാവശ്യ ചെലവുകൾ ഉണ്ടാക്കിയ ഇനിയിപ്പോ കരഞ്ഞാ മതിയല്ലോ. ഇതൊക്കെ സൗകര്യം കൂടിപ്പോയതിന്റെ. ഏത് നേരത്താണോ എനിക്ക് ജന്തുവിനെ. എന്നാലും ഇന്നത്തെ ദിവസം സിദ്, how can you be so cruel? It really hurts. ഞാൻ എത്ര സന്തോഷത്തോടെയാ ഒരു കാര്യം പറയാൻ വന്നതെന്നറിയോ? Yes, Sid, you're going to be a dad. I'm pregnant. Really? ഹലോ. ഇന്ദു, എനിക്ക് പിന്നെ എങ്ങനെ പോകുന്നു എന്തോ കാര്യങ്ങളൊക്കെ? ഞാൻ കുറച്ച് ദിവസം ഇവിടെ ഇല്ലായിരുന്നു. ബാംഗ്ലൂരിലൊരു സെമിനാർ, ഇന്നലെ എത്തിയതേ ഉള്ളൂ. ഡോക്ടർ കാണുമെന്ന് പറഞ്ഞത്? ബാംഗ്ലൂരിലായിരുന്നപ്പോൾ ഇന്ദുവിനെ കുറിച്ച് ഞാൻ ഓർത്തുപോയി. സാധാരണ കൗൺസിലിങ്ങിന് വരുന്നവരൊക്കെ ലൈഫിലെ നിസ്സാര പ്രശ്നങ്ങൾ പോലും താങ്ങാനൊക്കാതെ തകർന്നു പോകുന്നവരാ. ബട്ട് യു ആർ ഡിഫറൻറ്റ്. ഞാൻ പലപ്പോഴും സർപ്രൈസ് ആയിട്ടുണ്ട് ഇന്ദുവിന് എങ്ങനെ ഇതൊക്കെ കഴിയുന്നെന്ന്. പക്ഷേ ഇപ്പോൾ തനിക്കെന്താ ആകെ ഒരു വല്ലായിക? അങ്ങനെയൊന്നുമില്ല. അല്ല, എന്തോ ഉണ്ട്. സിദ്ധാർത്ഥ് വരെ വിവാഹം കഴിച്ചു എന്നുള്ളത് ഒരുപക്ഷെ ഇന്ദുവിനൊരു ഷോക്കായിരിക്കാം. ബട്ട് ലൈഫ് മസ്റ്റ് ഗോ ഓൺ. ഇന്ദുവിനറിയുവോ, നിങ്ങളെയൊക്കെ ഉപദേശിക്കുമ്പോഴും ഓരോ മാർഗങ്ങൾ നിർദ്ദേശിക്കുമ്പോഴും എന്റെ ഉള്ള നീറിപ്പുകയായിരുന്നു. തിരിച്ചു കിട്ടാത്ത സ്നേഹം, അത് മനസ്സിന്റെ വിങ്ങലാണ്.
അതെ എന്തു പണ്ട് ഞാൻ പറഞ്ഞില്ലേ ഒരു 40,000 ഡിവോഴ്സിന്റെ കാര്യം, അതിലൊന്ന് എൻ്റേതാ. നമ്മൾ രണ്ടുപേരും തുല്യ ദുഃഖിതരാ. തുല്യ ദുഃഖം സന്തോഷം തരുമെന്നാ. കഴിഞ്ഞ കുറെ വർഷങ്ങളായി എനിക്കും